വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എഫേസ്യർ 5:25 ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അതിനാൽ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു എന്ന് എഫേസ്യർ 5:28 നമുക്ക് കാണാൻ കഴിയും. എഫേസ്യർ 5 അപ്പോസ്തലനായ പൗലോസ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉപദേശം നൽകുന്നു. ഭാര്യമാരെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീനെന്ന്. ഇത് എഫേസ്യർ 5:22 നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഭാര്യമാരെ സ്നേഹിക്കാൻ ഭർത്താക്കന്മാരോടും അവൻ പറയുന്നു. ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിന് സമർപ്പണവും സ്നേഹവും അനിവാര്യമാണ്. ഭർത്താവ് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവരും സ്നേഹിക്കണം. ക്രിസ്തു യേശുവിനെ സ്നേഹത്തിന്റെ മാതൃകയായി വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു. അതെ, കർത്താവായ യേശു സഭയെ സ്നേഹിച്ചതിനാൽ അവൻ തന്റെ സ്വന്തം രക്തത്താൽ അത് വാങ്ങി. സഭയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി അവൻ സഭയെ ശരീരം എന്നും തന്നെ തല എന്നും ഉപമിച്ചു. മണവാളനായ കർത്താവായ യേശുവിന് സഭയാണ് മണവാട്ടി. അവന്റെ ജനത്തിന് അത്തരം ദൈവിക സ്നേഹം അനുഭവിക്കുന്നതിനായി അവൻ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. വിവാഹം എന്ന സ്ഥാപനം സ്ഥാപിക്കുകയും ചെയ്തു. സ്ത്രീയും പുരുഷനും ചേർന്ന് ഒരു ദേഹമായി തീരുമെന്നും സ്നേഹബന്ധം സൃഷ്ടിക്കുമെന്നും അവൻ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2:24 മർക്കോസ് 10:8 നമുക്ക് കാണാൻ കഴിയും. എഫേസ്യർ 5:33 എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയെയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാ മനുഷ്യബന്ധങ്ങളുടെയും അടിസ്ഥാനം കുടുംബമാണ്. ഒരു കുടുംബം സ്നേഹത്താൽ നിറയുമ്പോൾ ഒരു നല്ല കൂട്ടായ്മയും ഹൃദയ ഐക്യവും ആസ്വദിക്കുന്നു. ആ കുടുംബം തീർച്ചയായും ഭൂമിയിലെ ഒരു ചെറിയ സ്വർഗമായിരിക്കും. ആ ഭവനം ദൈവ സാന്നിധ്യത്താൽ നിറയും. അതിൽ പരിശുദ്ധാത്മാവിന്റെ മഹത്വവും സന്തോഷവും ഉണ്ടായിരിക്കും. പല കുടുംബങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ എന്താണ്? സ്നേഹമില്ലായ്മ കാരണം കുടുംബത്തിന്റെ അടിത്തറ തന്നെ ഇളകുകയാണ്. കോപത്തിന്റെയും ക്രോധത്തിന്റെയും വാക്കുകൾ സമാധാനം നശിപ്പിക്കുന്നു. കൂടാതെ കുടുംബ പ്രാർത്ഥനയുടെ സമയം ടെലിവിഷൻ എടുക്കുന്നു. ഈ ഘടകങ്ങൾ കാരണം നിരവധി കുടുംബങ്ങൾ തകരുകയും ശിഥിലമാവുകയും ചെയ്തിട്ടുണ്ട്. ബന്ധങ്ങൾ തകരുന്നതിനും വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനും മറ്റെന്താണ് കാരണം? ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു എന്ന് സദൃശവാക്യങ്ങൾ 9:1 തിരുവെഴുത്ത് പറയുന്നു. ജ്ഞാനിയായ സ്ത്രീ അവളെ പണിയുന്നു എന്ന് സദൃശവാക്യങ്ങൾ 14:1 കർത്താവ് ഭവനം പണിയുന്നു എന്ന് സങ്കീർത്തനം 127:1 മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല എന്ന് സഭാപ്രസംഗി 4:12 നമുക്ക് കാണാൻ കഴിയും. ഭാര്യ ഭർത്താക്കന്മാർ കർത്താവിനോടൊപ്പം ഒരു വീട് പണിയുമ്പോൾ അവരുടെ ഭവനത്തിൽ ദൈവിക സ്നേഹമുണ്ടാകും. പരീക്ഷണത്തിന്റെ കൊടുങ്കാറ്റും വെല്ലുവിളികളുടെ ചുഴലിക്കാറ്റും എന്തുമാകട്ടെ, ആ വീട് കുലുങ്ങുകയില്ല. അത് എന്നേക്കും നിലനിൽക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എഫേസ്യർ 5:29 ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശാമുവേൽ 19-20 വൈകുന്നേരം ലൂക്കോസ് 18 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.